ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ജയന്റ് സെൽ ആർട്ടീരിയറ്റിസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാസ്കുലൈറ്റിസ് എന്താണെന്ന് പരിചയപ്പെട്ടു, വാസ്കുലൈറ്റിസിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് കണ്ടു. വെസലിന്റെ സൈസിനനുസരിച്ച് വാസ്കുലൈറ്റിസിനെ ലാർജ് സൈസ്ഡ് വെസലിനെ അഫക്ട് ചെയ്യുന്നത്, മീഡിയം സൈസ്ഡ് വെസലിനെ അഫക്ട് ചെയ്യുന്നത്, സ്മോൾ സൈസ്ഡ് വെസലിനെ അഫക്ട് ചെയ്യുന്നത് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അതിൽ ലാർജ് സൈസ്ഡ് വെസലിനെ അഫക്ട് ചെയ്യുന്നതിലെ ജയന്റ് സെൽ ആർട്ടീരിയറ്റിസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ജയന്റ് സെൽ ആർട്ടീരിയറ്റിസ് എന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് വാസ്കുലൈറ്റിസ് എന്താണെന്ന് നോക്കാം. വാസ്കുലൈറ്റിസ് എന്ന് പറയുമ്പം നമ്മുടെ വെസൽ വാളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, നമ്മുടെ വെസൽ വാളിൽ ഇൻഫ്ലമേറ്ററി ഡിസ്ട്രക്ഷൻ ഉണ്ടാവുകയും അത് കാരണം ഉണ്ടാവുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ ആണ് വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് സൈസ്ഡ് വെസലിനെ അഫക്റ്റ് ചെയ്യുന്ന വാസ്കുലൈറ്റിസിലെ പ്രധാനമായിട്ട് ഒരെണ്ണമാണ് ജയന്റ് സെൽ ആർട്ടീരിയറ്റിസ് അഥവാ ടെമ്പറൽ ആർട്ടീരിയറ്റിസ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു കേസ് നോക്കാം. A 60-year-old man had a 3-month history of severe throbbing pain and tenderness over the left temple. Now he present with blindness. The most likely cause of blindness എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടെന്ന് പറഞ്ഞു, സിവിയർ ത്രോബിങ് ഹെഡ് ഏക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോ ബ്ലൈൻഡ്നെസ് ആയിട്ട് പ്രസന്റ് ചെയ്തു. അപ്പോൾ ഇതിന്റെ കോസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ജയന്റ് സെൽ ആർട്ടീരിയറ്റിസിനെ പറ്റി പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ജയന്റ് സെൽ ആർട്ടീരിയറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ വേറൊരു നെയിം ആണ് ടെമ്പറൽ ആർട്ടീരിയറ്റിസ്. എന്തുകൊണ്ടാണ് ഇതിനെ ടെമ്പറൽ ആർട്ടീരിയറ്റിസ് എന്ന് വിളിക്കുന്നത്? കാരണം മോസ്റ്റ് കോമൺലി ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ ടെമ്പറൽ ആർട്ടറി ആണ്. അതുകൊണ്ടാണ് ഇതിനെ ടെമ്പറൽ ആർട്ടീരിയറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത് ഇതിനെ വിളിക്കുന്നതാണ് ക്രേനിയൽ ആർട്ടീരിയറ്റിസ്. എന്തുകൊണ്ടാണ് ഇതിനെ ക്രേനിയൽ ആർട്ടീരിയറ്റിസ് എന്ന് വിളിക്കുന്നത്? കാരണം ഇത് ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ക്രേനിയത്തിലുള്ള വെസൽസിനെയാണ്. എന്ന് വെച്ചാൽ ഈ വെർട്ടിബ്രൽ ആർട്ടറി, ഒഫ്താൽമിക് ആർട്ടറി എല്ലാം ഈ ക്രേനിയ തലയ്ക്കകത്തുള്ളതല്ലേ സൂപ്പർഫിഷ്യൽ ടെമ്പറൽ. അതുകൊണ്ടാണ് ഇതിനെ ക്രേനിയൽ ആർട്ടീരിയറ്റിസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ക്രേനിയൽ മാത്രമല്ല, എക്സ്ട്രാ ക്രേനിയൽ വെസൽസിനെയും ഇത് അഫക്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അയോർട്ട, സബ്ക്ലീവിയൻ, ഇലിയാക് ആർട്ടറീസ് ഇതിനെയൊക്കെയും ഈ ജയന്റ് സെൽ ആർട്ടീരിയറ്റിസ് അഫക്റ്റ് ചെയ്യാം. ഇനി മൂന്നാമത് ഉള്ള നെയിം എന്ന് പറയുന്നത് ഗ്രാനുലോമാറ്റസ് ആർട്ടീരിയറ്റിസ്. ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ കാരണമാണ് ഇവിടെ ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. അത് കാരണമാണ് ഗ്രാനുലോമാറ്റസ് ആർട്ടീരിയറ്റിസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ജയന്റ് സെൽസും എല്ലാം കൂടിയുള്ള ഒരു ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രാനുലോമാറ്റസ് ആർട്ടീരിയറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പം ടെമ്പറൽ ആർട്ടീരിയറ്റിസ് ഉണ്ട്, ക്രേനിയൽ ആർട്ടീരിയറ്റിസ് എന്നുണ്ട്, ഗ്രാനുലോമാറ്റസ് ആർട്ടീരിയറ്റിസ് എന്നുണ്ട്, ജയന്റ് സെൽ ആർട്ടീരിയറ്റിസ് എന്നുമുണ്ട്. ഇത് ഇത്രയും ഓർത്തിരിക്കാം. ഇതാണ് നമ്മുടെ ടെമ്പറൽ ആർട്ടീരിയറ്റിസിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് കണ്ടോ, സൂപ്പർഫിഷ്യൽ ടെമ്പറൽ ആർട്ടറി എല്ലാം ഇങ്ങനെ ടോർഷ്യസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ടോർഷ്യസ് ആണ് മാത്രമല്ല നല്ലൊരു കോഡ് ലൈക്ക് ടഫ് ഫീലിംഗ് ആയിരിക്കും ഇത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും. തിക്കായിട്ട് നല്ല നോഡുലാർ ആയിട്ടുള്ള ഒരു വെസൽ കണക്കായിരിക്കും. നമ്മൾ ഈ ടച്ച് ചെയ്ത് ഇങ്ങനെ പാൽപേഷനിൽ നോക്കുമ്പോഴത്തേക്കും ഒരു പോട്ട് ലൈക്ക് ഫീലിംഗ് ആയിരിക്കും. മാത്രമല്ല ഇവർ പ്രസന്റ് ചെയ്യുന്നത് യൂണിലാറ്ററൽ ആയിട്ടുള്ള വലിയൊരു ത്രോംബിങ് ആയിട്ടുള്ള സിവിയർ ഹെഡ് ഏക്ക് ആയിട്ടായിരിക്കും ഇവർ പ്രസന്റ് ചെയ്യുന്നത്. ഇനി ഈ ടെമ്പറൽ ആർട്ടീരിയറ്റിസിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യം നോക്കാം. ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ 8F ഓർത്ത് വെച്ചാൽ മതി. 8F. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഫീമെയിൽസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. മെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീമെയിൽസിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. മെയിൽ ഈസ് ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇനി ഗ്രേറ്റർ ദാൻ 50 ഇയേഴ്സ് ഓൾഡിനെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 50 വയസ്സിൽ കൂടുതലുള്ള ഫീമെയിൽസിനെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ വെസ്റ്റഗ്രാം മെത്തേഡ് വഴി ESR നോക്കുമ്പോഴത്തേക്കും അതിൽ 50 mm/hourനെയും കാട്ടി കൂടുതലായിരിക്കും. ഇനി ഇതുമായിട്ട് അസോസിയേറ്റ് ടെമ്പറൽ ആർട്ടീരിയറ്റിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന HLA എന്ന് പറയുന്നത് HLA DR4 ആണ്. പിന്നെ ഇതിന്റെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നത് ഒരു ഫേം ആയിട്ടുള്ള ടെമ്പറൽ ആർട്ടറി ആയിരിക്കും. ഒരു കോഡ് ലൈക്ക് ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ സിംറ്റംസ് ഫേസിലായിട്ടായിരിക്കും. ഫേസിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ ഇങ്ങനെ ടെമ്പറൽ ആർട്ടറി, സൂപ്പർഫിഷ്യൽ ടെമ്പറൽ ആർട്ടറി ഇങ്ങനെ ടോർഷ്യസ് ആയിട്ട് ഡയലേറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം. ഫേസിൽ പിന്നെ ജോ ക്ലോഡിക്കേഷൻ കാണും, നല്ല പെയിൻ ആയിരിക്കും. പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജസ് ഒക്കെ ആകുമ്പോൾ വിഷൻ ലോസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. വിഷൻ ലോസ് അല്ലെങ്കിൽ വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സ് ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷൻ ആണ് ഫ്ലൂ ലൈക്ക് ഇൽനെസ് ഉള്ള പോളിമയാൾജിയ റുമാറ്റിക്ക. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ജോയിന്റ്സ് അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് പോളിമയാൾജിയ റുമാറ്റിക്ക. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് കൂടെ ഈ ടെമ്പറൽ ആർട്ടീരിയറ്റിസ് പ്രസന്റ് ചെയ്യാം. പിന്നെ ഇതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്, ഫീവറും അസോസിയേറ്റ് ചെയ്ത് വരാനായിട്ട് പറ്റും. അപ്പൊ ഇത് ഓർത്തിരിക്കേണ്ടത്
50 വയസ്സിൽ കൂടുതലുള്ള ഫീമെയിൽസ് വെസ്റ്റഗ്രാൻ മെത്തേഡ് വഴി ചെയ്യുമ്പോഴത്തേക്കും ESR 50 ഓർ എബോവ് ആയിരിക്കും. അസോസിയേറ്റ് ചെയ്ത് വരുന്ന HLA, DR4, ഫേം ടെമ്പറൽ ആർട്ടറി, ഫേസിനകത്തുള്ള ജോ ക്ലോഡിക്കേഷൻ, വിഷൻ ലോസ്, പിന്നെ ഫ്ലൂ ലൈക്ക് ഇൽനെസ്, പോളിമയാൾജിയ റുമാറ്റിക്ക, പിന്നെ ഫീവറും. ഇത് ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നെങ്കിൽ ഈ ജയന്റ് സെൽ ആർട്ടീരിയറ്റിസിലെ രണ്ടെണ്ണത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഒന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാസ്കുലൈറ്റിസിന്റെ ഫീച്ചർ ആയിട്ട് ഇത് പ്രസന്റ് ചെയ്യാം. അപ്പോൾ വാസ്കുലൈറ്റിസിന്റെ ഫീച്ചർ ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഇത് ഇൻവോൾവ് ആവാം, അല്ലെങ്കിൽ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയെ ഇത് ഇൻവോൾവ് ആവാം. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഇൻവോൾവ് ആകുമ്പോൾ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് ആയ ടെമ്പറൽ ആർട്ടറിയിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം. ടെമ്പറൽ സൂപ്പർഫിഷ്യൽ ടെമ്പറൽ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി. അപ്പൊ അങ്ങനെ ഇൻവോൾവ് ആവുകയാണെങ്കിൽ കൂടുതലായിട്ട് മോസ്റ്റ് കോമൺ പ്രസന്റേഷൻ എന്തായിരിക്കും? ഹെഡ് ഏക്ക് ആയിരിക്കും. ഇനി എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് ഒഫ്താൽമിക് ആർട്ടറി. അപ്പൊ ഒഫ്താൽമിക് ആർട്ടറി ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്കും വിഷൻ ലോസ് ഓർ ബ്ലൈൻഡ്നെസ് ആയിട്ട് ഇത് പ്രസന്റ് ചെയ്യാം. ഇനി ഇതാണ് വാസ്കുലൈറ്റിസിന്റെ ഫീച്ചേഴ്സ്. ഇനി പോളിമയാൾജിയ റുമാറ്റിക്കയുടെ ഫീച്ചേഴ്സുമായിട്ട് ഇത് പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ടെമ്പറൽ ആർട്ടീരിയറ്റിസ് ആയിട്ട് വരുന്നതിൽ 40% ആൾക്കാർക്കും പേഷ്യൻസിനും ഈ പോളിമയാൾജിയ റുമാറ്റിക്കയുടെ ഫീച്ചേഴ്സ് കാണും. എന്ന് വെച്ചാൽ രാവിലെ അവർക്ക് മോർണിംഗ് സ്റ്റിഫ്നെസ് ആയിരിക്കും. മോർണിംഗ് സ്റ്റിഫ്നെസ് ആൻഡ് പെയിൻ ആയിരിക്കും. എവിടെയൊക്കെ? നെക്ക്, ഷോൾഡർ, ഹിപ്പ് ഓർ പെൽവിക് ഗിർഡിൽ അവിടെയെല്ലാം നല്ല വേദനയായിരിക്കും, നല്ല പെയിൻ ആയിട്ടായിരിക്കും ഇവർ പ്രസന്റ് ചെയ്യുന്നത്. ഇതാണ് പോളിമയാൾജിയ റുമാറ്റിക്കയുടെ ഫീച്ചേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയിൽ ഇൻവോൾവ്മെന്റ് ആവുകയാണെങ്കിൽ, അതിന്റെ ബ്രാഞ്ചായ ഒഫ്താൽമിക് ആർട്ടറി ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമ്മുടെ ഐയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും അങ്ങനെ ബ്ലൈൻഡ്നെസ്, സഡൻ ഓൺസെറ്റ് ഓഫ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിഷൻ ലോസ് ഉണ്ടാവുന്നത്, ബ്ലൈൻഡ്നെസ് ആണ്. എല്ലാവർക്കും വിഷൻ ലോസ് തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സ് ആയിട്ടായിരിക്കും ചിലപ്പം വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഇതെന്ന് പറയുമ്പം ട്രാൻസിയൻ മോണോക്കുലാർ വിഷൻ ലോസ്, അമാരോസിസ് ഫ്യൂഗാക്സ് ഉണ്ടാവാം. ഇല്ലെങ്കിൽ വിഷൻ ലോസ് ഡ്യൂ ടു സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ. ഇത് കാരണം എന്തെങ്കിലും ത്രോംബസ് ഒക്കെ വന്നിട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ എങ്ങനെയും കുറയുവാണെങ്കിൽ നമുക്ക് CRAO, പിന്നെ ആന്റീരിയർ ഇഷ്യൂമിക് ഒപ്റ്റിക് ന്യൂറോപ്പതി AION എന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ ഒപ്റ്റിക് ഡിസ്കിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുക. ഒപ്റ്റിക് ഡിസ്കിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ എന്ത് പറ്റും? ഒപ്റ്റിക് ഡിസ്ക് പെയിലായിട്ട് വരും, നല്ല പെയിലായിട്ട് കാണപ്പെടും. ഈ ഒരു കണ്ടീഷനാണ് ആന്റീരിയർ ഇഷ്യൂമിക് ഒപ്റ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഈ എല്ലാവർക്കും ഈ വിഷൻ ലോസ് ആയിട്ട് വരണമെന്നില്ല. ചിലര് വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. വിഷ്വൽ ഫീൽഡ് ഇതിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന മോസ്റ്റ് കോമൺ വിഷ്വൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡിനൽ ഹെമി അനോപ്പി ആണ്. അപ്പം ഈ ആന്റീരിയർ ഇഷ്യൂമിക് ഒപ്റ്റിക് ന്യൂറോപ്പതി ആയിട്ട് കൂടുതൽ പേരും പ്രസന്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? പെയിൽ ആയിട്ടുള്ള സ്വെല്ലൺ ഒപ്റ്റിക് ഡിസ്ക് ആയിരിക്കും. കാരണം അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത്. അത് കാരണമാണ് ഇങ്ങനെ പെയിൽ സ്വെല്ലൺ ആയിട്ടുള്ള ഒപ്റ്റിക് ഡിസ്ക് കിട്ടുന്നത്. ഇതൊരു ഫണ്ടസ് ഫോട്ടോഗ്രാഫ് ആണ്. ഈ AION എന്ന് വെച്ചാൽ ആന്റീരിയർ ഇഷ്യൂമിക് ഒപ്റ്റിക് ന്യൂറോപ്പതി ഉണ്ടാവുന്നതിന്റെ ഏർലി സ്റ്റേജസ് ആണ്. എന്ന് വെച്ചാൽ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള ഇതാണ് ഈ കാണുന്നത്. കണ്ടോ? ഒപ്റ്റിക് ഡിസ്ക് കണ്ട പെയിലായിട്ട് വരുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടസ് ഫോട്ടോഗ്രാഫ് ആണ്. അതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒപ്റ്റിക് ഡിസ്ക് നല്ല പെയിലായി ഡ്യൂ ടു ഡിക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ കുറയുന്ന കാരണം അത് നല്ല പെയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഫ്ലൂറസെന്റ് ഫണ്ടസ് ആൻജിയോഗ്രാം ആണ്. ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് കുറെ ബ്ലാക്ക് ഏരിയാസ് കാണാം. ഈ ഡാർക്ക് ഏരിയാസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ കൊറോയിഡൽ ഫില്ലിംഗ്, പെരിപാപ്പിലറി കൊറോയിഡൽ ഫില്ലിംഗ് ഡിഫക്റ്റ് കാരണം, അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണമാണ് ഈ ഡാർക്ക് ഏരിയാസ് നമുക്ക് കാണുന്നത്. ഇതും നമ്മുടെ ഏർലി സ്റ്റേജസ് ഓഫ് AION ഒരു ഫീച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതും ഫ്ലൂറസെന്റ് ഫണ്ടസ് ആൻജിയോഗ്രാം ആണ്. ഇതിനകത്ത് നമുക്ക് പെരിപാപ്പിലറി കൊറോയിഡ് ഫില്ലിംഗ് ഡിഫക്റ്റ് കാണാൻ പറ്റും. ഇതാണ് ഈ ഡാർക്ക് ഏരിയാസ് ആണ് പെരിപാപ്പിലറി. ഈ ഫില്ലിംഗ് ഡിഫക്റ്റ് ആണ് ഈ ഡാർക്ക് ഏരിയാസിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്ക്, അത് കൂടാണ്ട് ഫുള്ളി എഡിമയും കാണാൻ പറ്റും. ഡിസ്ക് എഡിമ, ഡിസ്കിന് ചുറ്റുമായിട്ട് എഡിമയും കാണാൻ പറ്റുന്നുണ്ട്. പെരിപാപ്പിലറി കൊറോയിഡൽ ഫില്ലിംഗ് ഡിഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണമാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഇതിനകത്ത് കാണുന്നത്. ഇത് ഞാൻ പോളിമയാൾജിയ റുമാറ്റിക്കയുടെ ഫീച്ചേഴ്സ് കാണിക്കാനായിട്ടാണ്. പോളിമയാൾജിയ റുമാറ്റിക്ക എന്ന് പറയുമ്പോൾ പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് ഇൻ നെക്ക്,
ഷോൾഡർ ആൻഡ് ഹിപ്പ്. അപ്പൊ പേഷ്യന്റ് പറയും ചിലപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല, കാരണം ഹിപ്പ് ഗിർഡിലും എല്ലാം നല്ല വേദന എടുത്തിട്ട് പേഷ്യന്റ് ചിലപ്പോൾ അങ്ങനെ കംപ്ലൈൻസ് പറയാം, രാവിലെ എഴുന്നേക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ കംപ്ലൈന്റ് ആയിട്ട് പറയും ചിലപ്പോൾ. ഇതാണ് പോളിമയാൾജിയ റുമാറ്റിക്കയുടെ ഫീച്ചേഴ്സ് കാണിക്കുന്നത്. നെക്ക്, ഷോൾഡർ, പെൽവിക് ഗിർഡിൽ, ഇവിടെ ഇത്രയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് പെയിൻ വരുന്നത് പോളിമയാൾജിയ റുമാറ്റിക്ക. ഈ ഇത്രയും പെയിൻ ചിലപ്പോൾ ടെമ്പറൽ ആർട്ടീരിയറ്റിസ് ഉള്ള പേഷ്യൻസ് ഇതുമായിട്ടും പ്രസന്റ് ചെയ്യാം. ഇനി മോസ്റ്റ് കോമൺലി ഇൻവോൾവ് ആയിട്ടുള്ള വെസൽ ഞാൻ പറഞ്ഞു സൂപ്പർഫിഷ്യൽ ടെമ്പറൽ ആർട്ടറി ആണ്. അത് കാരണമാണ് അതിനെ ടെമ്പറൽ ആർട്ടീരിയറ്റിസ് എന്നും പറയുന്നത്. ഇനി രണ്ടാമത് സെക്കൻഡ് മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് വെർട്ടിബ്രൽ ആർട്ടറി ആണ്. തേർഡ് മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ഒഫ്താൽമിക് ആർട്ടറി ആണ്. ഫോർത്ത് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സീലിയറി ആർട്ടറി ആണ്. അപ്പോൾ ഈ 4 എണ്ണം ഓർത്തിരിക്കുക. മോസ്റ്റ് കോമൺലി ഇൻവോൾവ് സൂപ്പർഫിഷ്യൽ ടെമ്പറൽ ആർട്ടറി, സെക്കൻഡ് മോസ്റ്റ് കോമൺ വെർട്ടിബ്രൽ ആർട്ടറി, തേർഡ് മോസ്റ്റ് കോമൺ ഒഫ്താൽമിക് ആർട്ടറി, ഫോർത്ത് മോസ്റ്റ് കോമൺ പോസ്റ്റീരിയർ സീലിയർ ആർട്ടറി. നമ്മൾ മോസ്റ്റ്ലി എല്ലാം നോക്കുമ്പോഴത്തേക്ക് മൊത്തം ക്രേനിയൽ ഇൻവോൾവ്മെന്റ് പോലെ തോന്നില്ല, അതുകൊണ്ടാണ് ഇതിനെ ക്രേനിയൽ ആർട്ടീരിയറ്റിസ് എന്നും വിളിക്കുന്നത്. ഇതാണ് ജയന്റ് സെൽ ഓർ ടെമ്പറൽ ആർട്ടീരിയറ്റിസിന്റെ ഒരു പിക്ചർ. ടെൻഡർ ഓർ തിക്കൻഡ് സ്കാൽപ്പ് വെയിൻസ്. ഇവിടെ ഹെഡ് ഏക്ക് ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണമാണ് ഇവിടെ ഹെഡ് ഏക്ക് വരുന്നത്. ഇനി ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതാണ് അമേരിക്കൻ കോളേജ് ഓഫ് റുമറ്റോളജി ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ. അതാണ് ACR ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ACR ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റ് ഏജ് എബോവ് 50 ഇയേഴ്സ്, ന്യൂ ഓൺസെറ്റ് ഓഫ് ഹെഡ് ഏക്ക്, ടെമ്പറൽ ആർട്ടറി അബ്നോർമാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ടെമ്പറൽ ആർട്ടറി കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിനകത്ത് പാൽപേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടെൻഡർനെസ് ഉണ്ട്, അല്ലെങ്കിൽ പൾസേഷൻ കുറവാണ്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുന്ന ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ, പിന്നെ വെസ്റ്റഗ്രാം മെത്തേഡ് വഴി ചെയ്യുമ്പോൾ എലവേറ്റഡ് ESR ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 mm/h, പിന്നെ അബ്നോർമൽ TAB എന്ന് പറയുമ്പോൾ ടെമ്പറൽ ആർട്ടറി ബയോപ്സിയിൽ എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റി കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും 3 ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ജയന്റ് സെൽ ആർട്ടീരിയറ്റിസ് അഥവാ ടെമ്പറൽ ആർട്ടീരിയറ്റിസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ACR ക്രൈറ്റീരിയ. ഇത് ഓർത്ത് വയ്ക്കുക, 5 എണ്ണമാണ് ഉള്ളത്. ഇനി നമുക്ക് ബയോപ്സി ഫൈൻഡ്, ഞാൻ പറഞ്ഞു TAB ടെമ്പറൽ ആർട്ടറി ബയോപ്സിയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ് ബയോപ്സി ഫൈൻഡിങ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബയോപ്സി എടുക്കുമ്പോഴത്തേക്കും മിനിമം ഒരു 1 സെന്റിമീറ്റർ എങ്കിലും ലെങ്തിൽ വേണം ഈ ടെമ്പറൽ ആർട്ടറിയുടെ ബയോപ്സി എടുക്കാനായിട്ട്. അപ്പോൾ ബയോപ്സി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ലൂമൻ ഇൻഫ്ലമേഷൻ അല്ലേ, ഫുൾ വാൾ എല്ലാം ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് നിറഞ്ഞിട്ട് ലൂമൻ ഭയങ്കര നാരോഡ് ആയിരിക്കും. ജയന്റ് സെൽ, ആ ഇൻഫ്ലമേഷന്റെ കൂട്ടത്തിൽ ജയന്റ് സെൽ കാണും. ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ജയന്റ് സെൽസിന്റെ പ്രസൻസ് കാണും. പിന്നെ വെസലിലെ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ഫ്രാഗ്മെന്റേഷൻ കാണാം. പിന്നെ പാച്ചി ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്കിപ്പ് ലീഷൻസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇൻവോൾവ് ചെയ്യത്തില്ല, ഇടയ്ക്കിടയ്ക്കുള്ള ഇൻവോൾവ്മെന്റ് ആയിരിക്കും. അത് കാരണം ആണ് സ്കിപ്പ് ലീഷൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്മ്യൂറൽ ഇൻഫ്ലമേഷൻ. ഇതാണ് സ്കിപ്പ് ലീഷൻസ് ഓർ പാച്ചി ഇൻവോൾവ്മെന്റ്. ഇതിൽ നോക്കണ്ടേന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ബയോപ്സി എടുക്കുവാണ്. ബയോപ്സി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സപ്പോസ് ഇത്രയും ഭാഗത്ത് നിന്നാണ് നമ്മൾ എടുത്തത്, ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്ത് ബയോപ്സി കൊടുത്തത്. അപ്പൊ ഇത്രയും ഭാഗത്ത് നോർമൽ ആയിരിക്കും. അപ്പോൾ ബയോപ്സി റിസൾട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു മിനിമം 1 സെന്റിമീറ്റർ ലെങ്തിലെങ്കിലും നമ്മൾ ബയോപ്സി എടുക്കണം ഇതിനു വേണ്ടിയിട്ട്. കാരണം ഇതിനകത്ത് സ്കിപ്പ് ലീഷൻസ് ഓർ പാച്ചി ഇൻവോൾവ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. ഇതിനാണ് നമ്മൾ ട്രാൻസ്മ്യൂറൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. വിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പം ബയോപ്സി എടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ബയോപ്സിയിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് കാണിക്കും എന്ന് കരുതിയിട്ട് നമ്മളിപ്പം സസ്പെക്ട് ചെയ്യുന്ന ഈ GCS സസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മളൊരു രണ്ടാമതൊരു ബയോപ്സി കൂടി എടുക്കണം. ഇതാണ് അതിന്റെ ഒരു പത്തോളജിയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷനകത്ത് ഞാൻ പറഞ്ഞു ലൂമൻ നല്ല നാരോഡ് ആയിരിക്കും. കാരണം എന്താ, ഇവിടെ എല്ലാം ഇൻഫ്ലമേഷൻ ആണ്,
ഫുൾ വെസൽ വാൾ അഫക്റ്റ് ചെയ്ത് ഫുൾ ഇൻഫ്ലമേഷൻ കാരണം നാരോ ലൂമൻ ആണ്. പിന്നെ അവിടെ ഇവിടെ ജയന്റ് സെൽസ് കാണാം. ഗ്രാനുലോമറ്റസ് ഇൻഫ്ലമേഷൻ ആണ്. ജയന്റ് സെൽസിന്റെ പ്രസൻസ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന. ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന. ഫുൾ റൗണ്ട് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പൊ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ചിലപ്പോൾ ഇങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിട്ട് ഇങ്ങനെ കാണും. പിന്നെ ഈ ഇൻഫ്ലമേഷനകത്ത് ലിംഫോസൈറ്റ്, ജയന്റ് സെൽസ് ഒരുപാട് കാണും. നാരോ ലൂമൻ ആയിരിക്കും. പിന്നെ പാച്ചി ഇൻവോൾവ്മെന്റ് ആയിരിക്കും. ഇത് ഇത്രയൊക്കെയാണ് ബയോപ്സി ഫൈൻഡിങ്സിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ഇനി ഇതാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. വോൺ ജേസൺ സ്റ്റെയിനിങ്. ഇത് ഒരു ഈ ഇലാസ്റ്റിൻ സ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെയിൻ ആണ് വോൺ ജേസൺ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയിൻ ആയതുകൊണ്ട് ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിനയില് ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് ഈ കാണുന്നതാണ് ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ വരെ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ഇന്റാക്ട് ആയിട്ടുണ്ട്. ബാക്കിയുള്ളിടത്ത് ഫ്രാഗ്മെന്റേഷൻ സംഭവിച്ചു. അപ്പൊ ഇത് ഒരു ഫൈൻഡിങ് ആണ്. ഈ സ്റ്റെയിനിങ് ആണ് വോൺ ജേസൺ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കേണ്ട ഒരു സ്റ്റെയിനിങ് മെത്തേഡ് ആണ്. ജയന്റ് സെൽ ആർട്ടീരിയറ്റിസിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റെയിനിങ് ആണ്. ഇതും വോൺ ജേസൺ സ്റ്റെയിനിങ് ആണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, ഇൻഫ്ലമേഷൻ ഉണ്ട്. ദാണ്ട് നമ്മുടെ ലൂമൻ മൊത്തം നാരോഡ് ആയിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഈ വരുന്ന ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ഫ്രാഗ്മെന്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. ഇതാണ് ഈ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന. ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ഫ്രാഗ്മെന്റേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. മോസ്റ്റ് കോമൺലി യൂണിലാറ്ററൽ ടെമ്പറൽ ഹെഡേക്ക് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്ന. സിവിയർ ഹെഡേക്ക് ആയിരിക്കും. അതിൽ ഈ വരുന്നതിൽ 25% പേഷ്യൻസിനും നോൺ സ്പെസിഫിക് സിംറ്റംസ് കാണും. എന്ന് വെച്ചാൽ പൈറക്സി ഓഫ് അൺനോൺ ഓറിജിൻ. വാസ്കുലൈറ്റിസിന് മേജർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ വേഗ് സിംറ്റംസ് ആണ്. എന്ന് വെച്ചാൽ പൈറക്സി ഓഫ് അൺനോൺ ഓറിജിൻ, ഫെറ്റീഗ്, വെയിറ്റ് ലോസ്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഈ ടെമ്പറൽ ആർട്ടീരിയറ്റിസിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ജോ ക്ലോഡിക്കേഷൻ ആണ്. പിന്നെ യൂണിലാറ്ററൽ ടെമ്പറൽ ഹെഡേക്ക് മോസ്റ്റ് കോമൺ പ്രസന്റേഷൻ ആണ്. പക്ഷെ മോസ്റ്റ് സ്പെസിഫിക് എന്ന് പറയുന്നത് ജോ ക്ലോഡിക്കേഷൻ ആണ്. ഇനി ഈ വരുന്ന 75% പേഷ്യൻസിന് ഹെഡേക്ക് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഇനി ഈ വരുന്ന ഹെഡേക്കുമായിട്ട് വരുന്നവരിൽ 10% ആൾക്കാർക്കും ഈ വിസിബിൾ ആയിട്ടുള്ള ടെമ്പറൽ ആർട്ടറി കാണാൻ പറ്റും. പൾസേഷൻ കുറവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് കാണും. ചിലർ എന്ത് ചെയ്യും, തലവേദന ഉണ്ടെങ്കിലും വരാതെ കുറച്ച് ലേറ്റ് ആയിട്ട് വിഷൻ ലോസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. വിഷൻ ലോസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ യൂണിലാറ്ററൽ ആകാം, അല്ലെങ്കിൽ ബൈലാറ്ററൽ ആകാം. AION കാരണം ഒക്കെ വിഷൻ ലോസ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പെർമനന്റോ ടെമ്പററി ആയിട്ടുള്ള വിഷൻ ലോസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അങ്ങനെ വിഷൻ ലോസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉടനെ ഇമീഡിയറ്റ്ലി നമ്മൾ സ്റ്റീറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ടെമ്പറൽ ആർട്ടറീസ് സസ്പെക്ട് ചെയ്യുവാണ് വിഷൻ ലോസും ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ വിഷൻ ഫീൽഡ് ഡിഫക്റ്റീവ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഉടനെ സ്റ്റീറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഫുൾ ബ്ലൈൻഡ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഡയഗ്നോസ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ സ്റ്റീറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ രണ്ടാമത് ഉള്ള ഫീച്ചർ എന്ന് പറയുന്നത് അനീമിയ. അനീമിയ എന്ന് പറയുമ്പം ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അനീമിയ ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ, അതാണ് ഇവിടെ ഉണ്ടാവുന്ന അനീമിയ. സ്കാൽപ്പ് ടെൻഡർനെസ്, എന്താ ബ്ലഡ് സപ്ലൈ ടു സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണം സ്കാൽപ്പ് ടെൻഡർനെസ് ഉണ്ടാവാം. പിന്നെ ESR ഞാൻ പറഞ്ഞു 50 കൂടുതൽ ഉണ്ടെങ്കിലാണ്, 100 കൂടുതലാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് ടെമ്പറൽ ആർട്ടീരിയറ്റിസ് ആണെന്ന്. ഇതാണ് നമ്മുടെ അൾട്രാസോണോഗ്രഫിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഇതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വെസൽ ലൂമൻ നാരോ ആയിട്ട് പോകുന്നത് കാണുന്നുണ്ട്. കണ്ടോ, വെസൽ വാള് വെസൽ ലൂമൻ നാരോ ആവുന്നത് കാണുന്നുണ്ട്. അടുത്ത ഇതാണ് ഞാൻ പറഞ്ഞു, നമ്മുടെ ക്രേനിയത്തിലുള്ള ആർട്ടറീസിനെ മാത്രമല്ല നമ്മുടെ സബ്ക്ലീവൻ ആർട്ടറി, അയോർട്ട, ഇവിടെയൊക്കെ അഫക്റ്റ് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ജയന്റ് സെൽ ആർട്ടറി അഫക്റ്റ് ചെയ്ത് നാരോ ആയിട്ടിരിക്കുന്ന സബ്ക്ലീവൻ ആർട്ടറി ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഈ ജയന്റ് സെൽ ആർട്ടീരിയറ്റിസ് സസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ടെമ്പറൽ ആർട്ടറി ബയോപ്സി ചെയ്യുന്നു. ടെമ്പറൽ ആർട്ടറി ബയോപ്സി ചെയ്തിട്ട് ഇപ്പോൾ ബയോപ്സിയിൽ ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റീറോയിഡ്സും ബാക്കി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം.
പക്ഷേ ഇപ്പോ ആദ്യത്തെ ബയോപ്സിയിൽ നെഗറ്റീവ് ആണ് കിട്ടിയെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ സ്കിപ്പ് ലീഷൻസ് കാണും. അപ്പോൾ സ്കിപ്പ് ലീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇടയ്ക്കുന്നൊക്കെയാണ് ബയോപ്സി എടുക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം ബയോപ്സി പോസിറ്റീവ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ GCA ലോസ് ആദ്യത്തെ ബയോപ്സി എടുത്തു നെഗറ്റീവ് ആണെങ്കിൽ GC ആ പേഷ്യന്റിന് ലോ സസ്പീഷൻ ആണെങ്കിൽ നമ്മൾ വേറെ ബയോപ്സി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇങ്ങനെ സിംറ്റംസ് ഒന്നും ഇല്ല, നമ്മൾ ചെയ്തു നോക്കി, പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കാര്യമൊന്നുമില്ല. പക്ഷേ സ്ട്രോങ്ലി സസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് വെച്ചാൽ യൂണിലാറ്ററൽ സിവിയർ ഹെഡേക്ക് ഉണ്ട്, പിന്നെ ഈ സിംറ്റംസ് പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഷൻ ലോസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ്ലി ഒരു ബയോപ്സി കൂടി എടുക്കണം. പിന്നെ ഇമേജിംഗ് സ്റ്റഡീസ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ ഇമേജിംഗ് സ്റ്റഡീസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റും. ഇനി ഇതിന്റെ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1 mg/kg ഓറൽ സ്റ്റീറോയിഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്ന് പറയുമ്പം ഇപ്പൊ ബ്ലൈൻഡ്നെസ് ഒക്കെ ആയിട്ട് സസ്പെക്ട് ചെയ്ത് വരുവാണ്, വിഷൻ ലോസ്, ചെറിയ വിഷൻ ലോസ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഉടനെ സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളത് കൺഫേം, നല്ല ഒരു സസ്പെക്റ്റഡ് കേസ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ബയോപ്സി ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ബയോപ്സി ഒക്കെ എടുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. അന്നേരത്തേക്ക് പേഷ്യന്റിന്റെ വിഷൻ ഫുൾ ആയിട്ട് ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരു ഇത് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്തു ബയോപ്സി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ 1 mg/kg ഓറൽ സ്റ്റീറോയിഡ് പ്ലസ് ലോ ഡോസ് ആസ്പിരിൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് ഇന്റർലൂക്കിൻ 6 ആന്റഗോണിസ്റ്റ് ആയ ടോക്ലിസുമാബും നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റീറോയിഡ് കൊടുക്കുക, ലോ ഡോസ് ആസ്പിരിൻ കൊടുക്കുക, ന്യൂ ഡ്രഗ് ആയ ഇന്റർലൂക്കിൻ 6 ആന്റഗോണിസ്റ്റ് ടോക്ലിസുമാബും കൊടുക്കുക. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻ, നമ്മൾ ടെമ്പറൽ ആർട്ടറി ബയോപ്സി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻ എന്താ? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ചെയ്തില്ലെങ്കിൽ അതിൽ ചിലപ്പോൾ റോങ് ബയോപ്സി, ചിലപ്പം നമ്മൾ വേറെ എന്തെങ്കിലും നെർവും ഒക്കെ ചിലപ്പം ബയോപ്സിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രോട്ടോസിസ് ഉണ്ടാവാം. നമ്മുടെ നെർവിനെയൊക്കെയാണ് നമ്മൾ ഇഞ്ചേർഡ് ആണെങ്കിൽ ബ്രോട്ടോസിസ് ഉണ്ടാവാം, ബ്ലീഡിങ് ഉണ്ടാവാം, സ്ട്രോക്ക്, അതൊക്കെ റെയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഏറ്റവും കൂടുതലായിട്ട് ബ്രോട്ടോസിസ് ഒക്കെയാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ബ്രോട്ടോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ നെർവിന്റെ അപ്പർ ടെമ്പറൽ ബ്രാഞ്ചിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിലാണ് ബ്രോട്ടോസിസ് ഉണ്ടാവുന്നത്. കാരണം ഈ സൂപ്പർഫിഷ്യൽ ടെമ്പറൽ ആർട്ടറിയുടെ അതിന്റെ ഡീപ്പ് ആയിട്ടാണ് നമ്മുടെ ഫേഷ്യൽ നെർവ് പോകുന്നത്. അപ്പം അത് കാരണം ഏറ്റവും കൂടുതലായിട്ട് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് ഈ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രോട്ടോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രോട്ടോസിസ്, ഇതാണ് ബ്രോട്ടോസിസ്, ഇത് ഇത്രയാണ് ഡേഞ്ചർ സോൺ, ഇതിനകത്ത് കാണിച്ചേക്കുന്നതാണ് ഡേഞ്ചർ സോൺ. കാരണം ഇവിടെ എന്ന് പറയുമ്പം സൂപ്പർഫിഷ്യലി ആണ് നമ്മുടെ ടെമ്പറൽ ബ്രാഞ്ചസ് പോകുന്നത്. അപ്പം നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഈ ടെമ്പറൽ ആർട്ടറി ബയോപ്സി ചെയ്യാൻ നേരം സേഫ്റ്റി ലൈൻ എന്ന് പറയുന്നത് from the tragus to a point 2 cm from the most lateral brocele, ഇതാണ് സേഫ്റ്റി പോയിന്റ്. ഇവിടുന്ന് വേണം നമ്മൾ ബയോപ്സി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ നെർവ് ഇഞ്ചേർഡ് ആയിട്ട് നമുക്ക് ബ്രോട്ടോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A 60-year-old man with a 3-month history of severe throbbing headache and tenderness over the left temple. Now he present with a blindness. Most likely cause of blindness എന്താണ്? ഹെഡേക്ക് ഉണ്ട്, ഇപ്പം ബ്ലൈൻഡ്നെസ് ആയിട്ട് വന്നു. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? എന്താണ്? giant cell arteriitis. Temporal arteriitis is characterized by എന്താണ്? catarrhal inflammation, gangrenous inflammation, granulomatous inflammation. Yes, granulomatous inflammation ആണ് ഇവിടെ ഉണ്ടാവുന്നത്. All the following are true about temporal arteriitis except പോളിമയാൾജിയ റുമാറ്റിക്. ഇതിന്റെ ഫീച്ചർ ആണ് ഞാൻ പറഞ്ഞു. അതിന്റെ നെക്ക്, ഷോൾഡർ, പെൽവിക് ഗിർഡിൽ ഇവിടെ ഇങ്ങനെ പെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്യാം, അനീമിയ ആയിട്ട് പ്രസന്റ് ചെയ്യാം, സഡൻ ബ്ലൈൻഡ്നെസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. പക്ഷെ ലോ ESR അല്ല, ഗ്രേറ്റർ ദാൻ 50 mm/h ആയിട്ടായിരിക്കും വരുന്നത്. All are true about temporal arteriitis except it can lead to sudden bilateral blindness. ശരിയാണ്. most common in females. ശരിയാണ്.
മോസ്റ്റ്ലി അഫക്ട് എൽഡർലി ഗ്രേറ്റർ ദാൻ 50 ആണ് അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 50 ഏജ് ഗ്രൂപ്പിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ വേഴ്സൺ ഓൺ എക്സ്പോഷർ ടു ഹീറ്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല. എക്സ്പോഷർ ടു ഹീറ്റിൽ ഇത് വേഴ്സൺ ചെയ്തത്. പക്ഷെ കോൾഡുമായിട്ട് എക്സ്പോഷർ വന്നാൽ ഏത് ഹെഡേക്ക് ആയാലും അത് വേഴ്സൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. വേഴ്സൺ ഓൺ എക്സ്പോഷർ ടു ഹീറ്റ് ആണ് ഇതിന്റെ ആൻസർ. വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് ടെമ്പറൽ ആർട്ടീരിയൈറ്റിസ്? ജൈന്റ് സെൽ ആർട്ടീരിയ ജൈന്റ് സെൽ ആർട്ടീരിയൈറ്റിസ് ആണ് ടെമ്പറൽ ആർട്ടീരിയൈറ്റിസിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. A 50-year-old male came to emergency department with complaints of unilateral headache, diplopia, difficulty in chewing food. ഇതാണ് claudication. Difficulty in chewing food ആണ് claudication. MRI normal, ESR high ആണ്. Appropriate drug of treatment. അപ്പോൾ നമ്മൾ ഈ giant cell arteriitis ആണെന്ന് ഡയഗ്നോസ് ചെയ്താൽ ഫസ്റ്റ് ഈ ക്വസ്റ്റിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള നമുക്ക് കിട്ടിയ ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ ടെമ്പറൽ ആർട്ടീരിയൈറ്റിസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് നമ്മൾ എന്തൊക്കെയാണ്? 1 mg/kg സ്റ്റീറോയിഡ് കൊടുക്കും വിഷൻ ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ലോ ഡോസ് ആസ്പിരിൻ കൊടുക്കും. അപ്പോൾ ഇതിനകത്തുള്ള ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ആസ്പിരിൻ ആണ്. All are true about temporal arteriitis except can lead to sudden bilateral blindness. ശരിയാണ്. മോസ്റ്റ് കോമൺ ഇൻ ഫീമെയിൽസ്. ശരിയാണ്. Person on exposure to heat no affect elderly. ഇത് ശരിയാണ്. ഇനി which stain is used here? ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്റ്റെയിൻ ഉണ്ട്. സ്റ്റെയിൻ ഫോർ ഇലാസ്റ്റിൻ. ഇലാസ്റ്റിൻ സ്റ്റെയിൻ ചെയ്യുന്നതാണ് വോൺ ജെയ്സൺ സ്റ്റെയിനിങ്. അതാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന സ്റ്റെയിനിങ്. ഇനി ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. കോൺസെൻട്രിക് ഓണിയൻ സ്കിൻ തിക്കനിങ് ആൻഡ് ഫൈബ്രോസ് അതല്ല. എക്സ്റ്റെൻസീവ് ഇൻട്രാ ആൻഡ് എക്സ്ട്രാവാസ്കുലർ ഗ്രാനുലോമറ്റസ് ഇൻഫ്ലമേഷൻ അതല്ല. ഫ്രാഗ്മെന്റേഷൻ ഓഫ് ദ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന അതാണ് ആൻസർ. ഫ്രാഗ്മെന്റേഷൻ ഓഫ് ദ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന. ഇവിടെ കാണിച്ചേക്കുന്നതാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ഓൺ വോൺ ജെയ്സൺ സ്റ്റെയിനിങ്. ഇതെന്ന് പറയുമ്പോൾ ദാണ്ട ഈ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ബ്ലാക്ക് കളറിലാണ് ഈ സ്റ്റെയിനിങ്ങിൽ അപ്പിയർ ചെയ്യുന്നത്. ഇതിനകത്ത് ഫ്രാഗ്മെന്റേഷൻ കാണുന്നുണ്ട്. ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ഫ്രാഗ്മെന്റേഷൻ. Giant cell arteriitis, false. Most common form of vasculitis among older individuals. True. Affected arteries in the head. True. It can lead to permanent blindness. True. It is not a medical emergency. ഇത് തെറ്റാണ്, റോങ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു മെഡിക്കൽ എമർജൻസി ആണ്. ഇത് ഉടനെ തന്നെ, കാരണം ബ്ലൈൻഡ്നെസ് ആയിട്ട് ഇപ്പോൾ ഒരു വിഷൻ ലോസും വിഷൻ ഫീൽഡ് ഡിഫക്ട്സും ഒക്കെ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ പേഷ്യന്റ് ഫുള്ളി ബ്ലൈൻഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റീറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും വിഷൻ ലോസ് പ്രിവെന്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഇതൊരു മെഡിക്കൽ എമർജൻസി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെയിൻ, ഏത് സ്റ്റെയിൻ ആണ് നമ്മൾ ജൈന്റ് സെൽ ആർട്ടീരിയൈറ്റിസിന് യൂസ് ചെയ്യുന്നത്? വോൺ ജെയ്സൺ സ്റ്റെയിനിങ്. എ 67-year-old woman, ഏജ് നോക്കുക, 67-year-old woman present with a 4-week history of headache, facial pain, blurred vision and intense pain and stiffness in her shoulders, hip, diagnosed with vasculitis and a biopsy of affected arteries taken. അപ്പോൾ ഇത് നോക്കുക, ഏജ് നോക്കുക. ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രേറ്റർ ദാൻ 50 ആണ്, ഫീമെയിൽ ആണ്, ഹെഡേക്ക് ഉണ്ട്, വിഷ്വൽ സിംറ്റംസ് ഉണ്ട്. പിന്നെ പറഞ്ഞേക്ക് നോക്കൂ, സ്റ്റിഫ്നെസ് ഇൻ ഹർ ഷോൾഡേഴ്സ്, ഹിപ്പ്. ഇതെന്താണ്? ഇതെന്തിന്റെ ഫീച്ചേഴ്സ് ആണ്? സ്റ്റിഫ്നെസ് ഇൻ ദ ഷോൾഡേഴ്സ്, ഹിപ്പ് ആൻഡ് നെക്ക്. ഇതെന്ന് പറയുമ്പോൾ പോളിമയാൾജിയ റുമാറ്റിക്കയുടെ ഫീച്ചേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു ടെമ്പറൽ ആർട്ടീരിയൈറ്റിസ് ആയിട്ട് വരുന്ന 40% പേഷ്യൻസും പോളിമയാൾജിയ റുമാറ്റിക്കയുടെ ഫീച്ചേഴ്സ് കൂടി കാണിക്കും. അപ്പം ഇതിനകത്ത് എന്താണ് ഇതിന്റെ ഡയഗ്നോസ്? എന്താണ്? ടെമ്പറൽ ആർട്ടീരിയൈറ്റിസ് ആണ്. ഇത് ഞാൻ മുന്നേ കാണിച്ച AIONന്റെ ഒരു ഇതാണ്. പെയിൽ ആയിട്ടുള്ള ഓപ്റ്റിക് ഡിസ്ക് പെയിൽ ആയിട്ട് വരുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ ജൈന്റ് സെൽ ആർട്ടീരിയൈറ്റിസ് എന്ന് പറയുമ്പോൾ ടോട്ടലി ഇത്രയേ ഉള്ളൂ. ഫീമെയിൽ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 50 years ആയിരിക്കും, ESR കൂടുതലായിരിക്കും, കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുന്ന യൂണിലാറ്ററൽ സിവിയർ ഹെഡേക്ക് ആയിട്ടായിരിക്കും. പിന്നെ ലേറ്റർ സ്റ്റേജസിൽ അത് വിഷൻ ലോസ് ആയിട്ട് മാറാം. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇതൊരു മെഡിക്കൽ ഒഫ്താൽമിക് എമർജൻസി ആണ്. അപ്പൊ ഏറ്റവും വേഗം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അല്ലെങ്കിൽ സസ്പെക്റ്റഡ് കേസിൽ നമ്മൾ വേഗം സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ വിഷൻ ലോസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ ജൈന്റ് സെൽ ആർട്ടീരിയൈറ്റിസിനെ പറ്റിയിട്ട്. താങ്ക് യു.